ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള, അതായത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള പൊരിച്ച പത്തിരിൻ്റെയും പിന്നെ ചിക്കൻ നിറച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ നിറച്ചതും പിന്നെ അതുപോലെ തന്നെ പൊരിച്ച പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ നിറക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഇതിൻ്റെ അകവും പിന്നെ അതുപോലെ തന്നെ പുറമെല്ലാം നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ നോക്കാം. ഇതിൻ്റെ ഉള്ളിലെ കച്ചറയെല്ലാം നല്ലോണം നീക്കിയിട്ട് വേണം നമ്മൾ വൃത്തിയാക്കിയിട്ട് എടുക്കാൻ. ചിക്കൻ നല്ലോണം കഴുകിയതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഒരു അരിപ്പയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർത്തിയെടുക്കാൻ നോക്കാം. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണി എങ്ങാനും വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലോണം ഒപ്പിയെടുക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് കീറി കൊടുക്കണം. മസാല പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് കീറി കൊടുക്കാം. കീറി കൊടുക്കുന്ന സമയത്ത് നല്ല ആഴത്തിൽ കീറി കൊടുക്കണ്ട, എന്നാലും പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ചിക്കനെല്ലാം അങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് ചിക്കനയുടെ എല്ലാ ഭാഗത്തും ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല തേച്ചിട്ടൊന്ന് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് പുളിനാരങ്ങൻ്റെ നീര്, ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് കൊടുക്കുക. ചിക്കൻ്റെ അകത്തും പുറത്തെല്ലാമായിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. ഉള്ളിലെല്ലാം തേച്ച് കൊടുക്കണേ മസാല. എന്നിട്ട് ഇതിങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എന്താ ചെയ്യുക, നമ്മൾ ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഈ മസാല നല്ലോണം ഒന്ന് പിടിച്ച് വരണം. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് ചിക്കനിൽ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. നല്ലോണം ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും വെക്കാൻ നോക്കണേ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും 1/4 ടീസ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഈ ഒരു മസാലയാണ് ചിക്കന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ മസാല എടുക്കാൻ നോക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ച് വെക്കാം നമുക്ക്. ഇനി വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പൊരിച്ച പത്തിരിക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങയുടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 8 ചെറിയ ഉള്ളി പിന്നെ 2 പച്ചമുളകും. പച്ചമുളക് നിർബന്ധമൊന്നുമില്ല, ഞാൻ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ അരി വാട്ടിയെടുക്കുന്നത് ആ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. പാത്രം ചൂടാൻ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ RKG ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടാൻ ശേഷം നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കേണ്ട, നല്ലോണം ഒന്ന് വാട്ടിക്കൊടുത്താൽ മതി. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾ 1 കപ്പ് അരിപ്പൊടിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എടുക്കുക. ഞാൻ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. 2 കപ്പ് അരിക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് അരിക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് ഒറോട്ടിപ്പൊടിയും പിന്നെ 1 കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ പൊരിച്ച പത്തിരിക്ക് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് പുട്ടുപൊടി വേണ്ടാന്നുണ്ടെങ്കിൽ 2 കപ്പ് ഒറോട്ടിപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താലും മതി. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ നോക്കുക. പുട്ടുപൊടിയും പിന്നെ അതുപോലെ തന്നെ ഒറോട്ടിപ്പൊടിയും വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ നോക്കാം. എന്നിട്ട് ഇത് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും ജീരകവും അത് ഇട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 3 മിനിറ്റെങ്കിലും നമുക്ക് അടച്ച് വെക്കാം. അതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം.
നമ്മൾ നൈസ് പത്തിരിക്കൽ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ നോക്കാം. പിന്നെ ഞാൻ പുട്ടുപൊടി ചേർത്തിട്ടില്ല. പുട്ടുപൊടി ചേർക്കുമ്പോൾ ഈ ഒരു പൊരിച്ച പത്തിരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പുട്ടുപൊടി ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പൊരിച്ച പത്തിരി. അപ്പോൾ ഞാനിതാ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള അരി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. പത്തിരി നമുക്ക് ലാസ്റ്റ് ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ ഇവിടെ 4 മണിക്കൂറിന് ശേഷം ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പാൻ തന്നെ എടുക്കാൻ നോക്കാം. എന്നിട്ട് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താ വേണ്ടതെന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് ഒരു ഭാഗം ഒന്ന് നല്ലോണം ഫ്രൈ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ഹാഫ് വേവാകുന്നവരെ പിന്നെ എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മസാല നിറച്ചിട്ട് നമ്മൾ വീണ്ടും മസാലയിൽ വെച്ചെടുക്കും ഈ ചിക്കന് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഹാഫ് വേവിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ചിക്കനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ തന്നെ മസാല ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞതും പിന്നെ 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ ഉള്ളി ചെറിയ ഉള്ളി ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. നല്ലോണം വാട്ടിയെടുക്കണേ. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മസാലക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തല്ലേ, അപ്പോൾ മസാലക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ടെടുത്തത്. അപ്പോൾ ഉള്ളിയുടെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിക്കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തത്. തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ കോഴി പൊരിച്ച എണ്ണയിലല്ലേ ഈ മസാല വാട്ടിയെടുക്കുന്നത്. അപ്പോൾ എണ്ണ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഉള്ളിയെല്ലാം ഇട്ടിട്ട് നല്ലോണം വാട്ടിക്കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഒരു 1/4 കപ്പ് പോലും ഇല്ല, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഒഴിച്ച് കൊടുത്തേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്നിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് മസാല മാറ്റി വെക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ കോഴിൻ്റെ അകത്ത് നിറക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കോഴിൻ്റെ ഈ അകത്ത് മസാല 1 സ്പൂണ് 2 സ്പൂണ് വെച്ചിട്ട് മുട്ട വെച്ച് കൊടുക്കാം. നമ്മൾ പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ അത് ഞാൻ 1 വെച്ച് കൊടുത്തിട്ടുള്ളൂ. ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കോഴിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് മുട്ട വെച്ച് കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഇത് കുറച്ച് ചെറിയ കോഴിയാണ്, പിന്നെ എൻ്റെ അടുത്തുള്ളത് വലിയ മുട്ടയാണ്. അതുകൊണ്ട് ഞാൻ 1 മുട്ടയാണ് വെച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒരു സൂചി നൂല് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ബാക്ക് വശം ഒന്ന് തുന്നിക്കൊടുക്കുക. നമ്മൾ മുട്ടയെല്ലാം വെച്ച ആ ഭാഗം ഒന്ന് തുന്നിക്കൊടുക്കുക. തുന്നിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ മസാലയിൽ തന്നെ ഈ ചിക്കനൊന്ന് ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഹാഫ് വേവിലല്ല വേവിച്ചെടുത്തത്. ഇനി ഇത് ഫുള്ളായിട്ട് തന്നെ വേവിക്കാം. കുറച്ച് തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പ് ഇട്ടിട്ട് അടിച്ച് വെക്കാം. പിന്നെ നമ്മൾ സൂചി നൂലെടുത്തിട്ട് തുന്നിനല്ല, അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ നൂല് നിങ്ങൾ പിന്നെ അയക്കാൻ മറന്നുവല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ 2 കാലും അകത്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചിട്ടും സൂചി നൂലെടുത്തിട്ട് തുന്നിക്കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച പത്തിരി റെഡിയാക്കാം. മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുക. നന്നാറിങ്ങനെ പരത്തിയെടുക്കരുത്, അതുപോലെ തന്നെ കൂടുതൽ തടിയാകാനും പാടില്ല. എന്നിട്ട് ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തടിയിലായിരിക്കണം നമ്മൾ പരത്തിയെടുക്കേണ്ടത്, ഈ ഒരു ഷേപ്പിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ എണ്ണയുടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പത്തിരി പൊരിച്ചെടുക്കാൻ. തീ നല്ലോണം കൂട്ടി കൊടുക്കാനും പാടില്ല, നല്ലോണം കുറച്ചെടുക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ നോക്കാം.
പിന്നെ നിങ്ങൾ ഈ അരിപ്പൊടി എടുക്കുന്ന സമയത്ത് ഇപ്പം മാർക്കറ്റിൽ നിന്നെല്ലാം നമുക്ക് അരിപ്പൊടി വറുത്തിട്ടല്ല കിട്ടുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് അരിപ്പൊടി അരിയെല്ലാം കഴുകിയിട്ട് മില്ലിൽ കൊടുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ അത് വറുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടി വറുത്തിട്ടാണെന്നല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വറുക്കണമെന്നില്ല പാക്കറ്റിൽ വാങ്ങുന്നത്. ഇപ്പോൾ ഞാൻ ഇത് രണ്ടും വറുത്തിട്ടില്ല. പുട്ടുപൊടിയും അതുപോലെ തന്നെ പത്തിരിപ്പൊടിയും ഇത് രണ്ടും വറുത്തിട്ട് വരുന്ന പൊടിയാണ്. അതുകൊണ്ട് ഞാൻ വറുത്തിട്ടില്ല. നിങ്ങൾ അരി കഴുകിയിട്ട് മില്ലിൽ കൊടുത്തിട്ട് പൊടിക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ എന്താ ചെയ്യുക, വറുത്തിട്ട് ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫുൾ ചിക്കൻ നിറച്ച് പൊരിച്ചതും അതുപോലെ തന്നെ പത്തിരി പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിനി, അത് കാണാത്തതുകൊണ്ട് അത് കണ്ടു നോക്കാം. പിന്നെ ഈ ചിക്കൻ്റെ മസാല ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഗ്രേവിയല്ല, നല്ലൊരു നമ്മൾ ചിക്കനെല്ലാം വരട്ടിയെടുക്കുന്ന ആ ഒരു മസാല ഇല്ലേ, അതുപോലെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.